പൂച്ചാക്കൽ പ്രസ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ ക്രിസ്തുമസ് പുതുവത്സരാഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചു. ചടങ്ങിൽ മാധ്യമ പുരസ്കാര ജേതാക്കൾക്ക് അനുമോദനവും നൽകി. ഇവിടെ ആദരിക്കപ്പെടേണ്ടത് എല്ലാവരും ആദരിക്കപ്പെടേണ്ടവരാണ്. പക്ഷേ നിങ്ങൾ അതിൽ സെലക്ട് ചെയ്തിട്ടുള്ള കുറച്ച് ആളുകളെ അല്ലെങ്കിൽ കുറച്ച് വൈദഗ്ധ്യമുള്ളവരെ തിരഞ്ഞെടുത്തത് വളരെ അന്വർത്ഥമായിട്ടാണ് എനിക്ക് തോന്നുന്നത്, എനിക്ക് മനസ്സിലാകുന്നത്. തീർച്ചയായിട്ടും അതിന് തിരഞ്ഞെടുത്ത ഈ ദിവസം നമ്മുടെ വർഷപ്പിറവിയുടെ തലേ ദിവസം തന്നെ എടുത്തിരിക്കുകയാണ്. വളരെ അന്വർത്ഥമായിട്ട് തോന്നുന്ന ഈ നിമിഷം എല്ലാവരുമായിട്ട് ഷെയർ ചെയ്യുവാനും എല്ലാവരെയും വീണ്ടും ആശംസകൾ അറിയിക്കുവാനും അവർ അല്പം മധുരം കൊണ്ടുവന്നിട്ടുണ്ട്. കേക്കാണ്. അപ്പോൾ വേറെ ഇപ്പോൾ ബാവുച്ചൻ പറഞ്ഞ പോലെ ബാവുച്ചൻ തരുമ്പോൾ റോട്ടറിയുടെ പ്രസ്ഥാനത്തിൽ നിന്ന് തരുന്നത് എനിക്ക് ഇൻഡിവിജ്വലായിട്ടല്ലേ ചെയ്യാൻ പറ്റുള്ളൂ. എന്ത് ചെയ്യാനും എനിക്ക് മടിയൊന്നുമില്ല. ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങളുടെ ഈ ഡെവലപ്മെന്റ്, നിങ്ങളുടെ ഈ പുരോഗമനപരമായിട്ടുള്ള ഈ എല്ലാ കാര്യങ്ങളിലും ഒരു സുഹൃത്ത് എന്ന നിലയിൽ ഞാനും ഒപ്പം ഉണ്ടാവുമെന്നും കൂടി പറഞ്ഞുകൊണ്ട് എൻ്റെ എളിയ വാക്കുകൾ നിർത്തുന്നതോടെ പൂച്ചാക്കൽ പ്രസ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച ക്രിസ്തുമസ് പുതുവത്സരാഘോഷ പരിപാടികൾ വേമ്പനാട് റോട്ടറി ക്ലബ്ബ് വൈസ് പ്രസിഡന്റ് ബാവച്ചൻ തുണ്ടുപറമ്പിൽ ഉദ്ഘാടനം ചെയ്തു. പ്രസ് ക്ലബ്ബ് പ്രസിഡന്റ് അഷ്റഫ് KJ അധ്യക്ഷനായി. പള്ളിപ്പുറം വിളയിൽ കാസിൽസ് MD VN ബാബു മാധ്യമ പുരസ്കാര ജേതാക്കളായ തൗഫീഖ്, അസ്ലം, ദിലീപ് എന്നിവരെ ആദരിച്ചു. ഇന്ത്യൻ വോയിസ് താരം ഫാദർ വിപിൻ ജോർജ് തറേപ്പറമ്പിൽ ക്രിസ്തുമസ് പുതുവത്സര സന്ദേശം നൽകി. പാണാവള്ളി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KE കുഞ്ഞുമോൻ, പ്രസ് ക്ലബ്ബ് ജനറൽ സെക്രട്ടറി ലോറൻസ് പെരിങ്ങലത്ത്, വർഗീസ് കേളമ്പറമ്പിൽ എന്നിവർ സംസാരിച്ചു. ഞങ്ങൾ യുവാക്കളുടെ ജീവിതത്തിൽ വലിയൊരു റോളുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. നിങ്ങൾ എത്ര സമ്മർദ്ദത്തിലാണെങ്കിലും, നിങ്ങൾ എത്ര പ്രശ്നങ്ങൾക്കിടയിലാണെങ്കിലും ഞങ്ങളുടെ ലൈഫിനെ ഇൻഫ്ലുവൻസ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് സാധിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. എത്ര വിഷാദമായിട്ടുള്ള, എത്ര ദുരന്തമായിട്ടുള്ള ഒരു ന്യൂസ് കൊടുത്താലും ഒരു പ്രതീക്ഷ എപ്പോഴും അതിൽ ഇട്ടേക്കണം എന്ന് മാത്രമേ ഒരു റിക്വസ്റ്റ് ഉള്ളൂ. കാരണം നമ്മളുടെ ഭാവി നമ്മളിപ്പോ എത്ര നമുക്ക് കിട്ടാത്തതൊക്കെ കൊടുത്ത് വളർത്തുകയാണ് നമ്മുടെ മക്കള്. എന്നിട്ടും അവര് വിഷാദത്തിലാണെന്ന് പറയുന്നത് അതൊരു വാർണിംഗ് സൈനാണ്. അപ്പൊ ആ ഒരു കാര്യം എപ്പോഴും നിങ്ങളുടെ മനസ്സിൽ ഉണ്ടായിരിക്കണം. എപ്പോഴും ഒരു പ്രതീക്ഷയും സന്തോഷവും ഒക്കെ ഉണർത്തുന്ന വാർത്തകളിലേക്ക് കുറച്ച് അധികം ഫോക്കസ് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കണം. കാരണം നമ്മുടെ ഭാവി നിങ്ങളുടെ കൈകളിലാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കാരണം അത്രയധികം മാധ്യമങ്ങൾ ഇന്ന് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് എല്ലാവരെയും. മാധ്യമരംഗത്തെ വ്യക്തിമുദ്ര പതിപ്പിച്ച ആളുകളെയൊക്കെ അനുമോദിക്കുക എന്ന് പറയുന്നതും ഒക്കെ വലിയ കാര്യങ്ങളാണ്. പ്രസ് ക്ലബ് ഉടമ കൊണ്ട് മാത്രം അവരുടെ പ്രവർത്തനങ്ങൾ ഒതുക്കുന്നുമില്ല. നിരവധി ജനപ്രിയ പദ്ധതികളും പ്രവർത്തനങ്ങളും ഒക്കെ ഏറ്റെടുത്ത് കൊണ്ടുപോകുന്ന പ്രസ്ഥാനമാണ്. അതൊക്കെ വളരെ ഒരു പൊതുപ്രവർത്തനം എന്നുള്ള രൂപത്തിലും ഒക്കെ നല്ല രൂപത്തിൽ നോക്കി നിന്ന് കാണാനും അതിൽ എല്ലാ പരിപാടികളിലും തന്നെ പങ്കെടുപ്പിക്കുകയും ചെയ്യും. അതാണ് ഒരു പ്രത്യേകത. ഓണക്കാലത്താണെങ്കിൽ പ്രായമായ വയോജനങ്ങൾക്ക് ഓണപ്പുടവ കൊടുക്കുന്ന അല്ലെങ്കിൽ പുതുവസ്ത്രം കൊടുക്കുന്ന പരിപാടികൾ ഉൾപ്പെടെ ഒട്ടനവധി പ്രവർത്തനങ്ങൾ പ്രസ് ക്ലബ് ഏറ്റെടുക്കുന്നുണ്ട്. എല്ലാ പരിപാടികൾക്കും എല്ലാവിധ പിന്തുണയും കഴിയാൻ പോകുന്ന ഈ സമയത്ത് തുടർന്ന് വരുന്ന 2024 പിറക്കാൻ പോകുന്ന 2024 എല്ലാവർക്കും ലോകത്തിൽ മൊത്തം ജനതയ്ക്കും സമാധാനം ഉണ്ടാകാൻ വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് സർവശക്തനായ ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ടും എന്നെ ഈ പരിപാടിയിലേക്ക് ക്ഷണിച്ച ഇതിന്റെ ഭാരവാഹികൾക്ക് ഞാൻ വളരെയധികം നന്ദി രേഖപ്പെടുത്തിക്കൊണ്ടും ഞാൻ നിർത്തുന്നു. നന്ദി.